ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ ചിരിയും ചിന്തയും എന്ന യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിൽ ആഭരണം എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ഭാഗമായ വെണ്ണയുണ്ടെങ്കിൽ എന്ന പാഠഭാഗമാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ പഠിക്കാൻ വളരെ എളുപ്പത്തിനായിട്ട് ഈ ഒരു ഭാഗത്തിൽ തന്നെ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. മാത്രമല്ല, ആദ്യമായിട്ടാണ് കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ ഞങ്ങളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂട്ടുകാർ ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ കയറി നോക്കുകയാണെങ്കിൽ കൂട്ടുകാരുടെ ക്ലാസ്സുകൾ അനുസരിച്ചിട്ടുള്ള പാഠങ്ങളും അവയുടെ ചോദ്യോത്തരങ്ങളും എല്ലാം ലഭ്യമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ചിരിയും ചിന്തയും വെണ്ണയുണ്ടെങ്കിൽ. വെണ്ണയുണ്ടെങ്കിൽ എന്ന ഈ പാഠഭാഗം മനോഹരമായ ഒരു കഥയാണ് കേട്ടോ. കൂട്ടുകാർക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. കൂട്ടുകാർ മുല്ല നസ്രുദ്ദീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനേക്കാൾ അപ്പുറമായിട്ട് ഹോജ എന്ന പേരിലായിരിക്കും ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഹോജ കഥകൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? ഹോജ എന്ന് കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാരെല്ലാം ചിരിക്കാൻ ആരംഭിക്കും. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം തന്നെ വളരെ ഫലിതങ്ങളാണല്ലേ. അതുപോലെ തന്നെ ഒരു രസികൻ കഥയാണ് നമ്മൾ ഇന്നും പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. വെണ്ണയുണ്ടെങ്കിൽ. മുല്ല നസ്രുദ്ദീൻ ഭാര്യയോട് പറഞ്ഞു, കുറച്ച് വെണ്ണ കൊണ്ടുവരൂ. വെണ്ണ കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണ്. വെണ്ണ തീർന്നുപോയി. ഭാര്യ പറഞ്ഞു, വളരെ നന്നായി. വെണ്ണ പല്ലുകൾക്കും മോണകൾക്കും നന്നല്ല. നിങ്ങളുടെ ഏത് പ്രസ്താവനയാണ് ശരിയായത്? ഭാര്യ. വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തേതും ഇല്ലെങ്കിൽ രണ്ടാമത്തേതും. മുല്ല പറഞ്ഞു. ചിന്താസരിസാഗരം, AD രവി DC. അപ്പോൾ മുല്ലയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥാഭാഗമാണ് നമ്മൾ വായിച്ചതല്ലേ? എന്താണ് കൂട്ടുകാരെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഭാര്യയോട് നമ്മുടെ മുല്ല നസ്രുദ്ദീൻ കുറച്ച് വെണ്ണ ചോദിക്കുന്നുണ്ടല്ലേ. അതോടൊപ്പം തന്നെ അതിൻ്റെ ഗുണങ്ങളും കൂടെ മുല്ല പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാര്യ പറയുന്നു, ഇവിടെ വെണ്ണയില്ല, വെണ്ണ തീർന്നു പോയി. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മുല്ല പറയുകയാണ്, വെണ്ണ പല്ലുകൾക്കും മോണകൾക്കും നന്നല്ല. അപ്പോൾ ഭാര്യയ്ക്കൊരു കൺഫ്യൂഷൻ. 2 കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അദ്ദേഹം അതിനെ സാധൂകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഏത് പ്രസ്താവനയാണ് ശരി എന്ന് നമ്മുടെ ഭാര്യയെ ചോദിക്കുന്നു. അപ്പോൾ മുല്ല പറയുകയാണ്, വെണ്ണ ഉണ്ടെങ്കിൽ ആദ്യത്തേതും ഇല്ലെങ്കിൽ രണ്ടാമത്തേതും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂട്ടുകാരെ? പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ വലിയൊരു സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്നത് അല്ലേ. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ദിവസവും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് സാധൂകരിക്കാൻ ഇതുപോലുള്ള ചെറിയ നർമ്മങ്ങൾ മാത്രം മതിയല്ലേ. നമ്മുടെ മുല്ല പറഞ്ഞതുപോലെ രസികനായിട്ട് നമുക്ക് ഫലിതത്തിലൂടെ നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങളെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് കഴിയും. അപ്പം നമുക്ക് പാഠം പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ അറിയണ്ടേ കൂട്ടുകാർക്ക്? അപ്പം നമുക്ക് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം. വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തേതും ഇല്ലെങ്കിൽ രണ്ടാമത്തേതും. മുല്ല നസ്രുദ്ദീൻ്റെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാവുന്നത് എന്താണെന്ന് എഴുതുക. അപ്പോൾ എന്താണ് ഉത്തരം? നോക്കൂ കൂട്ടുകാരെ, വളരെ ബുദ്ധിമാനാണ് മുല്ല നസ്രുദ്ദീൻ, അതുപോലെ തന്നെ മഹാരസികനും. ഈ പ്രസ്താവനയിൽ മുല്ല നസ്രുദ്ദീൻ ഒരു കാര്യത്തെ സാഹചര്യമനുസരിച്ച് 2 രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. വെണ്ണയുണ്ടോ എന്ന മുല്ലയുടെ ചോദ്യത്തിനൊപ്പം വെണ്ണയുടെ ഗുണങ്ങളും അദ്ദേഹം പറയുന്നു. എന്നാൽ വെണ്ണയില്ല എന്ന ഭാര്യയുടെ മറുപടിക്ക് അദ്ദേഹം വെണ്ണയുടെ ദോഷങ്ങൾ നിരത്തുകയും ചെയ്യുന്നു. തൻ്റെ പ്രസ്താവനകൾ ഒന്നും തെറ്റല്ലെന്നും സാഹചര്യമനുസരിച്ച് അവ പ്രയോജനപ്പെടുത്താമെന്നും നമ്മുടെ മുല്ല നസ്രുദ്ദീൻ പറയുന്നു. എന്താണ് അടുത്ത ചോദ്യം? നിത്യജീവിതത്തിൽ വീണ് കിട്ടുന്ന ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന നർമ്മം സന്തോഷത്തോടൊപ്പം ചില തിരിച്ചറിവുകളും നൽകുന്നു. മുല്ല കഥ വായിച്ച് ഈ അഭിപ്രായം ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നോക്കൂ, നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം.
നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ നർമ്മം കൊണ്ട് നേരിട്ടാൽ അവയെ ലഘൂകരിക്കാൻ കഴിയുമെന്ന് ഇവിടെ മുല്ല നസ്രുദ്ദീൻ കാണിച്ചു തരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ മുല്ലയെ പോലെ ഹാസ്യരൂപേണ മനസ്സിലാക്കിപ്പിക്കാമെങ്കിൽ വളരെ വേഗം നമുക്ക് സാധൂകരിക്കാനായിട്ട് കഴിയും. ആഗ്രഹങ്ങൾക്ക് വിപരീതം സംഭവിക്കുമ്പോൾ കോപിക്കുന്ന നമ്മൾ അത്തരം സന്ദർഭങ്ങൾ മുല്ലയെ പോലെ നർമ്മം കൊണ്ട് നേരിട്ടാൽ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനാകും. വെണ്ണയില്ലാത്തത് നന്നായി എന്ന മുല്ലയുടെ വാക്കുകൾ ഒരു തമാശയ്ക്കപ്പുറം ഇന്നത്തെ തലമുറയെ ആഴമായി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ചോദ്യം? മുല്ലാക്കഥയിലെ പരിഹാസം ആർക്കാണ് കൊള്ളുന്നത്? ഇന്നത്തെ സമൂഹത്തിലും ഇത്തരക്കാരുണ്ടോ? ചർച്ച ചെയ്യൂ. സമൂഹത്തിൽ ഇന്ന് സ്വന്തമായി ഒരു അഭിപ്രായമില്ലാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതം മാറ്റുന്നവർക്ക് നേരെയാണ് മുല്ലയുടെ ഈ പരിഹാസം ചെന്ന് തറയ്ക്കുന്നത്. ഇത്തരക്കാർ പലതിൽ നിന്നും രക്ഷപ്പെടാൻ നർമ്മം എന്ന വിദ്യ ഉപയോഗിക്കുന്നു. ഇവരെ സമൂഹം പരിഹസിക്കുന്നു എന്നാണ് മുല്ല ഈ ഹാസ്യകഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ചിരിയും ചിന്തയും എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ വെണ്ണയുണ്ടെങ്കിൽ എന്ന പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്ക് പാഠങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്കും ഉപകാരമായിരിക്കും. കൂട്ടുകാരുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടുതൽ തെറ്റുകൾ കണ്ടെത്തി തിരുത്താനൊക്കെ കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ഒരുമിച്ച് കാണാം. താങ്ക്